ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി വരുണും കൂടിയും സംസാരിക്കാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, മോനെ വരുണെ, എന്തായാലും നീ ആ വീടും സ്ഥലവും വിൽക്കരുത്, അയാൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നു. ഏട്ടത്തിക്ക് അങ്ങനെയൊക്കെ പറയാം, അയാളെ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മുടെ ശരീരമല്ലേ ഏട്ടത്തി വലുത്, വേറൊന്നുമല്ലല്ലോ. സംസാരിക്കാൻ എളുപ്പമാണ്. ഇപ്പം അനിരുദ്ധൻ സാറും ശ്രമിച്ചിട്ടും കാര്യമില്ല. അയാളൊരു ഗുണ്ടയാണ്. അയാളെ മുന്നിൽ ആരും ജയിച്ചു പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. എന്നാലും മോനെ, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ 10 ലക്ഷവും അതുപോലെ 101 പവനും തിരിച്ചു തരേണ്ടി വരും. പിന്നെ അയാളുടെ കയ്യിൽ വീടും സ്ഥലമായി കഴിഞ്ഞാൽ അവർ നിങ്ങളെ എപ്പോൾ വേണമെങ്കിൽ ഇറക്കി വിടും. അതൊന്നും എൻ്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യമല്ല. പിന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവനാണ് എനിക്ക് എപ്പോഴും വലുത്. അതുകൊണ്ട് ഞാനത് ചിലപ്പോൾ എഴുതി കൊടുക്കാൻ തീരുമാനിക്കുമെന്ന് പറയുന്നു. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും ചെയ്യാമല്ലോ. ആ അനിരുദ്ധൻ സാറിന് മുകളിൽ ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള പരിചയമുള്ളതല്ലേ. അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ആലോചിച്ചോളൂ, പക്ഷേ വീടും സ്ഥലം കൊടുക്കുന്നത് ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും മോൻ ആലോചിച്ചോ, ഒന്ന് വെച്ചിട്ട് പോയി എടുത്തി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ധനലക്ഷ്മി ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു കേട്ടോ. പിന്നീട് അമ്മായിമാരോട് ചെന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ചായ കുടിച്ചിരിക്കുകയാണ്, അത് സന്തോഷ വാർത്തയുണ്ട്. എന്താ, എങ്ങോട്ടെങ്കിലും ടൂർ പോകാനാണോ ധനലക്ഷ്മി? ആ ടൂർ പെട്ടിയും കിടക്കയായിട്ട് അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ആ കരീം സാഹിബ് എന്തായാലും വരുണിൻ്റെ കയ്യിൽ നിന്ന് ഈ വീടും സ്ഥലവും എഴുതി മേടിക്കാനായിട്ട് നോക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. എന്തൊക്കെയാണ് നീ പറയുന്നത്? പിന്നെ അവൻ എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടു. കാരണം ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൺമണി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, പിഴച്ചവളാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട്, എന്തിനാടി നീ കൺമണിയെ കുറ്റപ്പെടുത്തുന്നത്? അവളല്ലേ വീടും സ്ഥലം തിരിച്ചെടുത്ത് തരാൻ ലോണിന് വേണ്ടി നടന്നിരുന്നത്. പക്ഷെ നീ എന്ത് ചെയ്തു? വരുണുമായിട്ടുള്ള കല്യാണത്തിന് വേഗം അങ്ങ് ഉറപ്പിച്ചു. ഇപ്പം എന്തായി? കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. പിന്നെ അവളെ കുറ്റം പറയണോ? നീയാണോ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം തന്നെ കാരണം എന്നും പറയുന്നു. ഓഹോ, എല്ലാവരും കൂടി എൻ്റെ തറിവ് മണ്ടയ്ക്ക് ഇട്ടിരിക്കുകയാണോ? പിന്നല്ലാതെ നിൻ്റെ അത്യാഗ്രഹം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് പോണതിന് മുന്നേ നിൻ്റെ റൂമിലെ ലോക്കർ കുത്തി തുറന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റുമെന്ന് പറയുന്നു. എൻ്റെ ലോക്കറിൽ തൊടാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും കൂടി അങ്ങനെ തിരക്ക് കൂടുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത് അച്ഛൻ, അതായത് കൺമണിയുടെ അച്ഛൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പാവത്തിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ ഈ വഴക്കൂണ് കാണുമ്പോൾ. ഇനി തൻ്റെ കയ്യിൽ ഒരു നിവർത്തിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് അതുപോലെ ദേവ്ജിയാണ് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്തൊക്കെ സത്യങ്ങളാണ് ഈ പുറത്ത് വരുന്നത്? സാഗർ സാറിൻ്റെയും സുജാത മേഡത്തിൻ്റെയും ആദ്യത്തെ മകനാണ് ബലരാമൻ എന്നറിഞ്ഞത് ഞെട്ടലോടുകൂടിയാണ്. എന്തിനാണ് സുമിത്രയും ബാലും പണ്ട് അവർ ക്രൂരന്മാരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഒരു ചതി അവർ ചെയ്യുമെന്ന് ഞങ്ങളും കരുതിയില്ല. ഒരു പക്ഷേ ബലരാമനല്ലേ ഇവിടെ ഇപ്പോൾ അലിഗയിൽ MD ആയിട്ട് ഇരിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ്, എന്ത് ചെയ്യാനാണ്, ഈ രഹസ്യം എങ്ങനെ നമ്മൾ മൂടി വെച്ചുകൊണ്ട് നടക്കുമെന്ന് നമുക്കേ അറിയില്ല എന്ന് പറയുമ്പോൾ എന്താ MDയെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൃഷി അങ്ങോട്ട് വരുന്നു കേട്ടോ. അല്ല, എമ്മിയുടെ ഇപ്പം പെർഫോമൻസ് അത്ര പോരാന്ന് പറയുന്നു. എടാ മഹി, വേണ്ട, എന്നോട് കുറച്ച് അഹങ്കാരം നീ കുറച്ച് കൂടുതലാട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട് അവർ, എന്തായാലും ദേവ്ജി പറയുന്നുണ്ട്, നിൻ്റെ പെർഫോമൻസ് ഇത്തിരി കമ്മിയാണെന്നാണ് തോന്നുന്നത്. അതെല്ലാവരുടെ ഇടയിലൊരു ചർച്ചയാണ്. ദേവ് സാർ ഇവൻ്റെ കൂടെ കൂടിയിരിക്കുകയാണോ? ഇവനെ ഓരോ തമാശയായിട്ടാണ് പറയുന്നത്. ദേവ് സാർ എന്നെ കളിയാക്കണ്ടെന്ന് പറയുന്നു. എന്തായി? പിന്നെ കൺമണിയുടെ മുഖത്ത് 2 ദിവസമായിട്ട് ഭയങ്കര വിഷമം പോലെ. ഇന്ന് അവൾ ആകെ മൂഡൗട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റിയാവോ? വീടിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും. ചിലപ്പോൾ ആയിരിക്കും എന്ന് പറയുന്നു. എന്തായാവോലെ കാര്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കരീം സാഹിബ് വിളിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ ആൾ വിളിച്ചല്ലോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അസ്സലാമു അലൈക്കും എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോഴത്തേനും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ദേവ്ജി തിരിച്ച്, എന്തായാലും കരീം സാഹിബ് ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത തന്നെയായിരിക്കുമല്ലോ പറയാനായിട്ടുള്ളത്. പിന്നെ തിങ്കളാഴ്ച ആ വരുണ വീടും സ്ഥലം തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അത് സത്യമുള്ള കാര്യമാണ്. തീർച്ചയായും കരീം സാഹിബ് വന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. സന്തോഷമായിട്ടില്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ തിങ്കളാഴ്ച, അതെന്താ അങ്ങനെ ഒരു കണക്ക്? കൺമണിക്കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവനൊരു തിങ്കളാഴ്ച ദിവസമല്ലേ സെലക്ട് ചെയ്തെടുത്തത്, അതൊട്ട് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. പിന്നീട് അത് ശരി. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കും തീർച്ചയായും, പൈസ റെഡിയാക്കിക്കോ, അല്ലെങ്കിൽ അതും നമ്മൾ അറേഞ്ച് ചെയ്തോളാം എന്നും പറയുന്നു. ശേഷം തന്നെ കൃഷി പിന്നീട് ചോദിക്കുന്നുണ്ട്, സാഹിബ് പറഞ്ഞ ശരിയായിട്ട് നടക്കുമോ? കുട്ടിക്ക് നമ്മളെ വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു ദേവ്ജി. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു കേട്ടോ. പിന്നീട്
കാണിക്കുന്നത്. സന്തോഷത്തോടു കൂടിക്കട്ടെ കൃഷും അതുപോലെ തന്നെ ദേവജിയൊക്കെ ഇനി സന്തോഷമുള്ള വാർത്തയല്ലേ കേൾക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം തന്നെ കൺമണിയോട് പാവം അവൾ നമ്മളെ വരുണിനെയും അച്ഛനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആ കരീം സാഹിബ് തിങ്കളാഴ്ച ഒരു ഡേറ്റ് പറഞ്ഞു. എന്ത് ചെയ്യണം അച്ഛാ? ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛൻ്റെ പേരിൽ ഞാൻ ആ വീടും സ്ഥലം എഴുതി തരട്ടെ. എൻ്റെ പൊന്നു മോനെ, നിനക്ക് എന്നെ ഈ കോലത്ത് കണ്ടിട്ട് ഇഷ്ടമാണില്ല അല്ലേ? ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നീ ഈ ബെഡിൻ്റെ തൊട്ടടുത്ത് ഞാനും കിടക്കേണ്ടി വരും. അത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുന്നു. എന്നാലും ഈ കരീം സാഹിബ് വന്നിട്ടുള്ളത് മറ്റാർക്കോ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛാ എന്ന് പറയുന്നു. ആർക്കോ വേണ്ടി ആയിക്കോട്ടെ, എന്തായാലും കൺമണിക്ക് എന്തായാലും ആ വീടും സ്ഥലം ആ ഗുണ്ടകൾ തിരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ജയിച്ചില്ലടാ, ഇനി കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അത് അയാൾക്ക് തന്നെ എഴുതി കൊടുക്കാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഞാനിന്ന് ആലോചിക്കട്ടെ. നീ ഇരുന്ന് ആലോചിക്ക്, എന്താ സംഭവിക്കാൻ പോകണമെന്ന് നീ കണ്ടോ. നീ ഇങ്ങനെ ആലോചിച്ച് ഈ ബെഡിൽ നിന്ന് നിനക്ക് എഴുന്നേക്കാൻ സമയം ഉണ്ടാവണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് മാറിപ്പോകുന്നു. പിന്നീട് അച്ഛൻ കൺമണിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോളെ നമ്മുടെ സ്ഥലവും വീടും എല്ലാം പോകാനായിട്ട് പോകുന്നു. ആ കരീം സാഹിബ് വന്നിട്ട് തിങ്കളാഴ്ചയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതറിഞ്ഞ അമ്മായിമാരും ധനലക്ഷ്മിയും കൂട്ടാടിയാണ് ഇവിടെ. എനിക്ക് സമാധാനക്കേടാണ് മോളെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കൺമണിയോട് പറയുന്നു. കൺമണി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാരമില്ല അച്ഛാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം, അച്ഛനിങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചാശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിഷമത്തോടു കൂടിക്ക് നിൽക്കണ കൺമണിയെ കണ്ടുകൊണ്ട് ദേവജി അങ്ങോട്ട് വരുന്നു. എന്താ മോളെ, നീൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സർ, എൻ്റെ വീടും സ്ഥലവും ഒരു ഗുണ്ട വന്നിട്ട് കയ്യേറാൻ പോകുന്നു. തിങ്കളാഴ്ച രജിസ്ട്രേഷൻ നടക്കാനായിട്ട് പോകുന്നു. വരുൺ അയാൾക്ക് വിറ്റ പോലെയാണ് കാണുന്നത്. ഇനി അതും നഷ്ടപ്പെട്ടു പോയാൽ അച്ഛൻ്റെയും അമ്മായിമാരെയും കാര്യങ്ങളൊക്കെ എന്താവും എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമമാണെന്ന് പറയുന്നു. ആരാണ് വന്നിട്ടുള്ളത്? ഒരു കരീം സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കൺമണി ഒരിക്കലും പേടിക്കേണ്ട ആളല്ല, അത് എൻ്റെ ആളാണ്. ഞാനും കൃഷിയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. എന്താ സാറേ പറയുന്നത്? കൺമണിയെ അന്ന് അനിരുദ്ധൻ വഴിയിൽ വെച്ച് സംസാരിച്ചില്ലേ, ആ സമയത്ത് കൺമണിയെ രക്ഷിക്കാൻ ഒരു സാഹിബ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അതാണ് കരീം സാഹിബ്. അദ്ദേഹം പോകുന്ന സമയത്ത് കൺമണിയുടെ കാര്യം പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ തുണ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹവും നിന്നോട് പറഞ്ഞത്. എന്തായാലും മോളെ, നീ രക്ഷപ്പെട്ടു. ഇനി ആ സ്ഥലവും വീടും നിനക്ക് തന്നെ. പിന്നെ ലോണ് പാസ്സാകാൻ കുറച്ച് സമയം എടുക്കും, നിനക്കറിയാലോ. സാഗറും സുജാതയും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ മോളൊരു കാര്യം ചെയ്യും, ഞങ്ങളാണ് പൈസ തരുന്നത്, ഞാനാണ് മുൻകൈ എടുത്ത് നടത്തുന്നത്, പക്ഷേ കാശിറക്കുന്നത് കൃഷാണ്. നീ ദൈവത്തിനെ മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃഷാണ് മോളെ, നിൻ്റെ ദൈവമായിട്ട് വന്നിരിക്കുന്നത്. അവനാണ് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നതെന്നൊക്കെ കൃഷിനെ കുറിച്ച് കൺമണിയോട് നമ്മുടെ ദേവജി പറയുന്നു കേട്ടോ. ഇത് കേട്ട കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ലേ ഞാൻ, ഇനി ഇതിലൊരു ഉപേക്ഷ പറയരുത്, ഇത് സ്വീകരിക്കണം എന്ന് പറയുന്നു. പിന്നീട് ഈ അച്ഛനെ വിളിച്ച് സമാധാനത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കും മോളെ എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് തന്നെ അച്ഛനെ വിളിച്ച്, വേണ്ട അച്ഛാ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കണ്ണുകളൊക്കെ തുടച്ച് ആ കരീം സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ളത് ദേവജിയുടെയും ക്രിസ്താറിൻ്റെയൊക്കെ ആളാണ്. അവർ വന്നിട്ടുള്ളത് നമുക്ക് ആ വീട് സ്ഥലം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അച്ഛനും മകളും കേട്ടോ. എന്തായാലും അമ്പലത്തിൽ വരുന്നുണ്ട് നാളെ, അച്ഛനും അങ്ങോട്ട് വരണം എന്ന് പറയുന്നു. അതിന് പിറ്റേ ദിവസം അമ്പലത്തിൽ നിന്ന് കൺമണി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഭഗവാനോട്. ഇവിടെ ഉണ്ണി തിരുമേനി പറഞ്ഞു എല്ലാ കാര്യം ശരിയാവും എന്നുള്ളത്, അതുപോലെ തന്നെ സംഭവിച്ചു, ഭഗവാനെ നന്ദിയുണ്ടെന്ന് പറയുന്നു. ആ സമയത്താണ് കൃഷ്ണ അങ്ങോട്ട് വരുന്നത് കേട്ടോ. കൃഷ്ണനെ കാണുന്നതോടുകൂടി സന്തോഷം അടക്കാനാവാതെ കൺമണി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടി കൺമണിയും കൃഷ്ണനും ഒന്നാവാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.